ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഒരു ഓട്ടട ഉണ്ടാക്കാം. ഇലയില്ലാതെയാണ് നമ്മൾ ഈ ഓട്ടട ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവ് നല്ല ലൂസായിട്ടുള്ള പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര ചീകിയതും കൂടെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 3-4 ഏലയ്ക്ക തൊലി മാറ്റി അതിൻ്റെ കുരു ഒന്ന് പൊടിച്ചെടുക്കാം. 1/2 സ്പൂൺ ഏലക്കാപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടി ഇതിലേക്ക് ചേർക്കാം. നല്ല ലൂസായിട്ടുള്ള പരുവത്തിൽ കുഴച്ചെടുത്ത ഗോതമ്പ് മാവ് നമുക്ക് ദോശക്കല്ലിൽ നല്ലപോലെ നമുക്ക് പരത്തിയെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു സൈഡ് നിറച്ച് നമുക്ക് തേങ്ങയുടെ മിക്സ് കൂടി വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും മധുരം എത്തത്തക്ക രീതിയിൽ വെച്ച് കൊടുത്ത് നമുക്ക് ഒരു സൈഡ് മടക്കി കൊടുക്കാം. അതിനുശേഷം തിരിച്ചും മറിച്ചിട്ട് നമുക്ക് നന്നായിട്ടിത് വേവിച്ചെടുക്കാം. ചട്ടുകം കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. 2 സൈഡും നന്നായിട്ട് മുരിച്ച് നമുക്കിതെടുക്കാം. തേങ്ങയുടെ കൂടെ നമുക്ക് ശർക്കര ചേർക്കുമ്പോൾ ഏലയ്ക്ക, ചെറിയ ജീരകം, ചുക്ക ഇവ ചേർത്താൽ നന്നായിരിക്കും. ഇലയിൽ പരത്താതെ തന്നെ നമുക്കിതേപോലെ ഓട്ടട ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ശർക്കര ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാര ചേർത്തും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യണം. അങ്ങനെ 2 സൈഡും നന്നായിട്ട് മുരിച്ചെടുത്ത് നമ്മുടെ ഓട്ടട റെഡി ആയിട്ടുണ്ട്. പുറത്താണെങ്കിൽ നല്ല അടിപൊളി മഴയാണ്. ചൂടോടെ തന്നെ നമുക്ക് ഈ ഓട്ടട കഴിച്ചാലോ.